സാരമില്ലടൂ. ഒരു കുഞ്ഞില്ലാത്തതിന്റെ അകൽച്ച ഒരിക്കലും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അമ്മയും കാണുന്നവർ മുഴുവനും ഈ കാര്യം കുത്തി കുത്തി ഓർമ്മിപ്പിക്കുമ്പോഴുള്ളൊരു വിമിഷ്ടം, അത്രേ ഉള്ളൂ. ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് തനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കും അതെ. ജ്യോത്സ്യത്തിന്റെയും വഴിപാടുകളുടെയും പിറകെയുള്ള അലച്ചില് ഞാൻ നിർത്തി. എന്റെ ഇപ്പോഴത്തെ വിശ്വാസം മനസ്സാണ് ശക്തി, ഒന്നായിത്തീരുന്ന മനസ്സ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അയ്യോ സന്ധ്യയായി, ഞാൻ വിളക്ക് കൊളുത്തിയിട്ടില്ല.
ഉത്സവത്തിന്റെ അന്ന് ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ തന്നെ. ഒന്ന് സ്വസ്ഥായിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പോവാൻ സമയമായില്ലെന്ന് ഓർമ്മ വന്നത്. ഇതെന്താടോ ഇതൊക്കെ? അത് ഗൾഫുകാർ അവധിക്ക് വരുമ്പോ ചില നാട്ടുമര്യാദകളൊക്കെ ഉണ്ടല്ലോ. 2 പെർഫ്യൂം, 2 സാരി, ഉഷയ്ക്കും ചേട്ടത്തി അമ്മയ്ക്കും. ഏതാർക്ക് വേണമെന്നുള്ളത് അവരൊന്ന് തീരുമാനിച്ചോട്ടെ. ഇതൊരു ബ്ലാങ്കറ്റ് ആണ്. അമ്മയ്ക്ക് നേരിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ചേട്ടത്തി അമ്മ പറഞ്ഞത് ഇന്ന് ചൊവ്വാഴ്ചയാണ് കുഴമ്പ് തേച്ച് ഉള്ളിയുടെ ദിവസമാണെന്ന്. അപ്പൊ ഉച്ചയാവുമല്ലോ. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്തരം കെട്ടിക്കാഴ്ചകളുമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളരുതെന്ന്. ഇല്ല, കേശവണ്ണി ഞാൻ ഒരു വസ്തു കൊണ്ടുവന്നിട്ടില്ല. അതിന് മാത്രമുള്ള വിവരമൊക്കെ എനിക്കില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു തീർക്കാവുന്ന ബന്ധമല്ലല്ലോ എനിക്ക് അണ്ണനോട്. ഇപ്പൊ ഓർമ്മിക്കുമ്പോ തമാശയാണെങ്കിലും അന്ന് ഞാൻ ചിലപ്പോ ചത്ത് കളഞ്ഞേനെ. ഉത്സവത്തിന് കണ്ടു സരളെ. കുട്ടിക്കിപ്പോ 4 വയസ്സായി. ഇക്കുറി ഭർത്താവിന് ലീവ് കിട്ടിയില്ലത്രേ. അവളുടെ അമ്മയുടെ മുഖത്ത് ചെറിയൊരു നിരാശയുണ്ടോ എന്നൊരു സംശയം. അതുണ്ടാവൂലോ. എന്തുകൊണ്ടും ഒരു സ്കൂൾ മാസ്റ്റേക്കാ മേലെയാണല്ലോ ഗൾഫുകാരന്റെ സ്ഥാനം. അല്ല കേശവണ്ണ, ഒരു കണക്കിനത് നന്നായി. അന്ന് അവളുടെ വീട്ടുകാരാ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനും അവളും പട്ടിണി കിടന്ന് ചത്തുപോയനെ. കേശവണ്ണൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 അനുജന്മാരെ പഠിപ്പിച്ച് ഓരോ വഴിക്കാക്കി. പെങ്ങളെ അന്തസ്സായിട്ട് കെട്ടിച്ചു, വീട് വെച്ചു. അന്ന് അണ്ണൻ പറഞ്ഞത് തന്നെയാ സത്യം. ഇത്രയും വലിയ നേട്ടങ്ങളുടെ മുമ്പിൽ അവനവന്റെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ എത്ര ചെറുതാണ്. ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ ബാലുവിന് സ്വന്തം കാര്യങ്ങളെ പറ്റി ആലോചിച്ച് തുടങ്ങാം. അണ്ണൻ ഇത് തന്നെയാണോ പറയുന്നത്? വേണ്ടെന്ന് വെച്ചിട്ടല്ലണ്ണ. ഈ ഉത്സവം കൊടിയിറങ്ങി കഴിയുമ്പോ നടത്തിപ്പുകാരുടെ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഒരു 2-3 കൊല്ലം സർവതന്ത്ര സ്വതന്ത്രനായിട്ട് എനിക്ക് കൈയും വീശും ഒന്ന് നടക്കണം. ഇന്ന് താൻ വന്നത് പ്രമാണിച്ച് പുള്ളി നേരത്തെ അവസാനിപ്പിച്ച് കാണും. ചെല്ലു ചെല്ല്.